ഹലോ ഗൈസ്, എല്ലാവർക്കും അല്ലു ചെസ് വേൾഡിലേക്ക് സ്വാഗതം. സ്ക്രീൻ കാസ്റ്റ് എങ്ങനെയാണ് എന്ന് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ? അതുവഴി നമ്മൾക്ക് കുറച്ച് കൂടുതൽ സബ്ബും ഉണ്ടാക്കാം, കുറച്ച് കൂടുതൽ വാച്ച് അവേഴ്സും ഉണ്ടാക്കാം. അപ്പം അത് എങ്ങനെയാണ്, അത് നല്ലതാണോ ചീത്തതാണോ എന്നൊക്കെ നമുക്കറിയണ്ടേ? അപ്പം നമുക്ക് പോകാം വീഡിയോയിലേക്ക്. എല്ലാവരും ഒന്ന് യൂട്യൂബ് ഓണാക്കി നോക്കുക. യൂട്യൂബ് ഓണാക്കുമ്പോഴത്തേക്കും നമുക്ക് താഴെ നോക്കിക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. ഹോം കാണാൻ പറ്റുന്നുണ്ട്, ഷോർട്സ് കാണാൻ പറ്റുന്നുണ്ട്. ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചേറെ ഓപ്ഷൻസ് വേറെ കാണാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെയാണത്? വീഡിയോസ് എന്ന് കാണാം, ഷോർട്ട് എന്ന് കാണാം, ലൈവ് എന്ന് കാണാം, പോസ്റ്റ് എന്ന് കാണാം അല്ലേ? ഇതിനകത്ത് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ എടുക്കേണ്ട ഒന്നാണ്. ഇത് നമുക്ക് വീഡിയോസ് കാണിക്കുന്നത്, നമുക്ക് വീഡിയോസ് ഏതാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഷോർട്ട് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അത് കഴിഞ്ഞുള്ളതാണ് നമ്മുടെ ലൈവ് എന്ന് പറയുന്നത്. ലൈവ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് എടുക്കണം. ലൈവ് ഓപ്ഷൻസ് നമ്മൾ എടുത്തതിന് ശേഷം അതിനകത്ത് ആ പെൻസിൽ ബട്ടൺ എടുക്കുക. പെൻസിൽ ബട്ടൺ എടുത്തിട്ട് നമുക്ക് ആ പെൻസിൽ എന്ന് കാണിച്ചിരിക്കുന്നിടത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിതിനകത്ത് ഏതെങ്കിലും ഒരു ഫോട്ടോസും, നമ്മൾ ഒന്നെങ്കിൽ ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോസ് ആയിരിക്കണം. അങ്ങനെ എന്തെങ്കിലും ഫോട്ടോസ് ഉണ്ടെങ്കിൽ നമുക്കത് അപ്ലോഡ് ചെയ്യാവുന്നതാണ് അവിടെ ആയിട്ട്. ഇതൊന്ന് ഞാൻ ജസ്റ്റ് വേണ്ടാന്ന് വെച്ചൊന്ന് ബാക്ക് അടിച്ചാണ് ഫോട്ടോസെ, അതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നിരിക്കുന്നത്. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, എന്താണ് അവിടെ നടക്കുന്നതെന്ന് അവിടെ ഒന്നുമില്ല. അത് ഞാൻ അങ്ങനെ ബാക്ക് അടിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ വന്നതാണ് കേട്ടോ. അത് നിങ്ങൾ നോക്കണ്ട. അപ്പോൾ ലൈവ് എടുക്കുക. ലൈവിനകത്ത് പെൻസിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഫോട്ടോസ് അപ്ലോഡ് ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ മാത്രം അതിനകത്ത് ആ പെൻസിൽ ബട്ടണിൽ പോയി ഏതെങ്കിലും ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അല്ലു ചെസ് വേൾഡ് ഈസ് ലൈവ്, അതിനകത്ത് അവിടെ ഫ്രണ്ടിലായിട്ട് നമുക്ക് തമ്പനെയിൽ കൊടുക്കാവുന്നതാണ്. എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ അവിടെ എഴുതി ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഹായ് ഓൾ എന്നാണ് ഇടുന്നത്. നിങ്ങൾക്ക് എന്താണോ ചേർക്കണമെന്ന് തോന്നുന്നത് അതവിടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ വിസിബിലിറ്റി എപ്പോഴും പബ്ലിക് ആയിരിക്കണം. സെലക്ട് ഓഡിയൻസിൽ നമുക്ക് 2 ഓപ്ഷൻസാണ് വരാറുള്ളത്. എസ് ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ്, എസ് ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സും നോ ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സും. അതിനകത്ത് എപ്പോഴും നോ ആയിരിക്കണം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ടുഗദറാണ് പോകേണ്ടതെങ്കിൽ ടുഗദർ കൊടുക്കുക. സ്ക്രീൻ കാസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ടുഗദർ പോകേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് ഹാഷ്ടാഗ് ഇട്ടിട്ട് നമുക്ക് ലൈവ് സ്ട്രീം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എഴുതി ചേർക്കുന്നത് ലൈവ് സ്ട്രീം അങ്ങനെയൊക്കെയാണ്. ഇന്നത്തെ നമ്മളിപ്പോൾ ലൈവ് സ്ട്രീം എന്നൊക്കെയാണ് അടിച്ചു കൊടുക്കുന്നത്. അതിന് നമ്മളിടുന്നത് എന്താണോ അതിന് ബേസ് ചെയ്ത് നിങ്ങൾക്ക് എഴുതി കൊടുക്കണമെങ്കിൽ അങ്ങനെ എഴുതി കൊടുക്കാവുന്നതാണ്. അതിന് ശേഷം ബാക്ക് അടിക്കുമ്പോഴത്തേക്ക് നോർമൽ അത് ടൈപ്പായിട്ട് വന്നോളും. ഓക്കെ, ഇനി നമ്മൾ സ്ക്രീൻ കാസ്റ്റിൻ്റെ ഓപ്ഷനാണ് ഓൺ ആക്കേണ്ടത്. ഇനി സ്ക്രീൻ കാസ്റ്റിൻ്റെ ഓപ്ഷൻ ഓൺ ആക്കുക. ഓൺ ആക്കിയതിന് ശേഷം ഇനി നമ്മൾക്ക് താഴത്തെ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്നുള്ളിടത്ത് 3 ഓപ്ഷൻസ് ഉണ്ട്. ഈ 3 ഓപ്ഷൻസ് ഓൺ ആയെന്ന് നോക്കുക. ഓൺ ആയില്ലെങ്കിൽ അതൊന്ന് ഓണാക്കി കൊടുക്കുക. ചിലർക്ക് 2 ഓപ്ഷൻസ് മാത്രമേ കാണത്തുള്ളൂ. ആദ്യത്തെ 2 ഓപ്ഷൻസ് അത് നമ്മുടെ ചാറ്റിംഗ് അലോ ആണ് എന്നുള്ള ഇതാണ് കേട്ടോ. മെസ്സേജ് ഓൺ ആണ് എന്നുള്ള ആ ഒരു ഇതാണ് അത് കാണിക്കുന്നത്. ബാക്കിൽ പോവുക, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഫ്യൂ ടിപ്സ് എന്ന് കാണിക്കും. അതിനകത്ത് ഗോട്ടിറ്റ് കൊടുത്ത് വിടുക. ഗോട്ടിറ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് 3, 2, 1 എന്ന നമ്പേഴ്സ് കൗണ്ട് ചെയ്യും. ആ കൗണ്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വരുന്ന ഓപ്ഷൻ സ്റ്റാർട്ട് നൗ കൊടുക്കുക. നമുക്ക് നേരെ നമ്മളുടെ ഒരു ഫ്രണ്ട് പേജിലേക്ക് വരുന്നതായിരിക്കും. ഇവിടുന്ന് നമുക്കിപ്പോൾ ലൈവ് ഒന്നും സ്റ്റാർട്ടായിട്ടില്ല, എല്ലാം ഓഫായിട്ട് കിടക്കുകയാണ്. ഇതിനകത്തുനിന്ന് നമുക്ക് ഗ്യാലറിയിൽ പോവുക. നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഏതാണ് എന്ന് അതെടുക്കുക. നമുക്ക് കുസൃതി ചോദ്യങ്ങളാകാം, ചിലപ്പം വീഡിയോസ് ആയിരിക്കും. ചിലവർ കാസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ചില വീഡിയോസ് ആയിരിക്കാം. കുസൃതി ചോദ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോസ് ഇടാം. അങ്ങനെ പല കാര്യങ്ങളായിരിക്കാം പലരും സ്ക്രീൻ കാസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അതിനകത്ത് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യുക.
ഇതിനകത്ത് നമ്മളുടെ ഈ ഒരു പ്രൊഫൈൽ പിക്ക് കാണിക്കുന്നുണ്ടല്ലോ, അത് വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യുന്നതാണ് ആ സെറ്റിങ്സിൻ്റെ ആ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ മെസ്സേജിൻ്റെ ഓപ്ഷൻ കാണിച്ചിരിക്കുന്നത് ഇതിനകത്ത് മെസ്സേജ് അലൗഡ് ആണ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. മ്യൂട്ട് ഓപ്ഷൻ മാറ്റുവാണെങ്കിൽ നമുക്ക് മ്യൂട്ട് ഓപ്ഷൻ മാറ്റി സംസാരിക്കാവുന്നതാണ്. ചാറ്റ് കാണുവാണെങ്കിൽ വീഡിയോസിൽ ചാറ്റ് എങ്ങനെ കാണിക്കത്തില്ല. ഫോട്ടോസൊക്കെ ഇടുമ്പോഴും കുസൃതി ചോദ്യങ്ങളും അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഫോട്ടോസ് മാത്രം ഇടുമ്പോഴാണ് നമുക്ക് അതിനകത്ത് മെസ്സേജസ് വരുന്നത്. അപ്പോൾ അത് മെസ്സേജസ് ഓണാക്കി മ്യൂട്ട് മാറ്റി സംസാരിക്കാവുന്നതാണ്. സംസാരിക്കാതെ ഈ ഫോട്ടോകൾക്ക് വോയിസ് ഓവർ ചെയ്യാതെ നമ്മൾ ഇടുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ അത് നമ്മുടെ വാച്ച് അവറിൽ കയറിയെന്ന് വരത്തില്ല. മോണിറ്റൈസേഷനൊക്കെ ആവുന്ന സമയത്ത് അത് പ്രശ്നമാകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും മെസ്സേജസിന് റിപ്ലൈ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ നമ്മൾ ലൈവ് ചാറ്റ് ചെയ്തതിന് ശേഷം ഗോ ലൈവ് ഓണാക്കാനായിട്ട് മറക്കരുത്. ഗോ ലൈവ് ഓണാക്കിയാൽ മാത്രമേ നമുക്ക് ലൈവ് പോകത്തുള്ളൂ. ഗോയിങ് ലൈവ്. ഇപ്പം നമുക്കിത് ലൈവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ലൈവ്. ഇതിനകത്ത് നമുക്ക് മെസ്സേജ് മ്യൂട്ടും മാറ്റുവാണെങ്കിൽ മെസ്സേജസും കാണാൻ പറ്റും. മ്യൂട്ട് മാറ്റി നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പോസ് ചെയ്തില്ലേ അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ഇൻറ്റു മാർക്കുണ്ട്. ആ ഇൻറ്റു മാർക്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ഇത് വേണമെങ്കിൽ സ്ട്രീം ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുമ്പോഴത്തേക്ക് നമുക്ക് സബ് ഉണ്ടെങ്കിൽ കിട്ടും. ഇപ്പം മ്യൂട്ടായിട്ടുള്ള വീഡിയോസ് മിക്കവാറും ഡിലീറ്റ് ചെയ്യുന്നത് തന്നെ നല്ലതായിരിക്കും. അല്ലാത്തത് നമുക്ക് അപ്ലോഡ് ചെയ്യാം. മ്യൂട്ട് ചെയ്യാത്തത് അപ്ലോഡ് ചെയ്യാവുന്നതായിരിക്കും. മ്യൂട്ട് ഉള്ളത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് വാച്ച് അവർ പ്രത്യേകിച്ച് കിട്ടുമെന്നൊരു പ്രതീക്ഷ കാണത്തില്ല. അതാണ് പ്രശ്നം വരുന്നത്. അപ്പം നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ഒന്നെങ്കിൽ വോയിസ് ഓവർ ചെയ്തിടുക, വോയിസ് ഇല്ലാത്തത് അപ്ലോഡ് ചെയ്യാതിരിക്കുക. ഞാൻ പറഞ്ഞ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.